സുഹേൽ തുടരൂ. മറ്റൊരു വാർത്ത കൂടി സുഹേലിൽ നിന്ന് അറിയാനുണ്ട്. യമൻ തീരത്ത് അഭയാർത്ഥി ബോട്ട് മുങ്ങി 65-ലധികം പേർ മരിച്ചു. ഭൂരിഭാഗം അഭയാർത്ഥികളും എത്യോപ്യയിൽ നിന്നുള്ളവരാണ്. ബോട്ടിൽ 150-ലധികം പേർ ഉണ്ടായിരുന്നു. 13 പേർ മാത്രമാണ് രക്ഷപ്പെട്ടത്. കെ സുഹേൽ വിവരങ്ങൾ നൽകാനായി തുടരുന്നുണ്ട്. സുഹേൽ, ഇപ്പോൾ അഭയാർത്ഥി ബോട്ടാണ് മുങ്ങിയതെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ കൃത്യമായി ഇവർ ആരൊക്കെയാണ്, ഏതൊക്കെ ഇടങ്ങളിൽ നിന്നുള്ളവരാണ് എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തത ഉണ്ടാവില്ലല്ലോ, അല്ലേ? അമൃത, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് മികച്ച ജീവിത നിലവാരങ്ങൾ തേടി ആഭ്യന്തര സംഘർഷവും യുദ്ധവും നടക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് പോകാൻ വേണ്ടി വിചാരിക്കുന്ന ആളുകളാണ് ഈ അഭയാർത്ഥി ബോട്ടിൽ വരുന്നത്. ഇങ്ങനെയുള്ള അഭയാർത്ഥി ബോട്ടുകൾ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന ഒരു തീരം കൂടിയാണ് യമൻ തീരം. അവിടെയാണ് ഇപ്പോൾ 150-ലധികം വരുന്ന ആളുകളുള്ള ഒരു ബോട്ട് മുങ്ങിയിരിക്കുന്നത്. അതിൽ ഭൂരിഭാഗം പേരും എത്യോപ്യൻ വംശജരാണ്, അല്ലെങ്കിൽ എത്യോപ്യൻ പൗരന്മാരാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ബോട്ടിൽ നിന്ന് ഇപ്പോൾ രക്ഷപ്പെടുത്തിയ 13ഓളം പേർ, ആ ആളുകൾ മാത്രമാണ് ഇനി ജീവനോടെ ഉള്ളത്. ബാക്കിയുള്ള ഇപ്പോൾ കണ്ടെത്തിയ 70-ലധികം വരുന്ന ആളുകൾ അവരല്ലാത്തവരും മരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടനകൾ പറയുന്നത്. സ്വാഭാവികമായും അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുകയാണ്. യമൻ്റെ വിവിധ കേന്ദ്രങ്ങളിലാണ് ഈ മൃതശരീരങ്ങൾ വന്നടിഞ്ഞിട്ടുള്ളത്. ആ മൃതശരീരങ്ങൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയുമാണ്. കഴിഞ്ഞ മാർച്ചിൽ 180 പേരാണ് ഇതേപോലെയുള്ള ഒരു ബോട്ട് അപകടത്തിൽ മരിച്ചത്. യമൻ എന്ന് പറയുന്നത് സൗദിയിലേക്കും അതേപോലെ തന്നെ വിവിധ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കും ഏതെങ്കിലും തരത്തിൽ എത്തിപ്പെടാൻ സാധിക്കുകയാണെങ്കിൽ പലതരത്തിൽ അവർക്ക് ജീവിത സാഹചര്യങ്ങൾ മാറാം എന്ന ഒരു ഉദ്ദേശത്തിലാണ് ഇത്തരം ബോട്ടുകളിൽ വരുന്നത്. അതോടൊപ്പം തന്നെ മനുഷ്യക്കടത്തടക്കമുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിലാണ് അതിന് ഏറ്റവും കൂടുതൽ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് വരുന്ന വഴി എന്ന അർത്ഥത്തിൽ ഒമാൻ തീരം വളരെ പ്രധാനമാണ്. യമൻ തീരം വളരെ പ്രധാനമാണ്. യമനിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ കൂടി ഇതിന് വളരെ പ്രധാനമാണ്. കാരണം യമൻ വിഭജിക്കപ്പെടുകയും അവിടെ ആഭ്യന്തരമായിട്ടുള്ള സംഘർഷങ്ങൾ നടക്കുകയും ചെയ്യുമ്പോൾ യമനിലേക്ക് കയറിക്കൂടാനും അതുവഴി വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് കടക്കാനുമൊക്കെയുള്ള ഒരു സൗകര്യം കൂടിയുണ്ട്. ആ അർത്ഥത്തിലാണ് ഇങ്ങോട്ട് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതായിരുന്നാലും 150-ൽ 13 പേർ മാത്രം രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ആളുകളെല്ലാം തന്നെ മുങ്ങി താഴാനുള്ളൊരു സാധ്യതയാണ്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്.